ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി യൂട്യൂബിലെ വീഡിയോസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ വ്യൂസ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോഴും ഇതറിയാത്ത കുറേ പേര് നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുള്ള വീഡിയോ ഏതാണോ അത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി വേറൊരു കാര്യം, പ്രൈവറ്റ് അക്കൗണ്ടിലെ വീഡിയോകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. പബ്ലിക് അക്കൗണ്ടിൽ മാത്രമേ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് വേണ്ട വീഡിയോനെ ഇപ്പം എൻ്റെ ചാനൽ തന്നെ എൻ്റെ അക്കൗണ്ട് തന്നെ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് വീഡിയോ ആണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ഷെയർ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഷെയറിങ്ങിൻ്റെ ആ ഒരു ബട്ടണ് അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ റീലിൻ്റെ ലിങ്ക് കോപ്പിയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി എന്ന് പറഞ്ഞ് കാണിക്കുമോ അവിടെ. എന്നിട്ട് നേരെ നമ്മൾ ഫോണിൽ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ക്രോമാണ് യൂസ് ചെയ്യുന്നത്. ക്രോം തന്നെ എല്ലാവരുടെ ഫോണിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഡൗൺലോഡ് എന്നോ അല്ലെങ്കിൽ റീൽ ഡൗൺലോഡ് എന്നോ ഞാൻ അപ്പോൾ അവിടെ കാണിക്കുന്നു തന്നെ റീൽ ഡൗൺലോഡ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ക്രോമിൽ. നിങ്ങളുടെ വേറെ ഏതെങ്കിലും ബ്രൗസർ ആണെങ്കിൽ അതിൽ സെർച്ച് ചെയ്യുന്ന അവിടെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. റീൽ ഡൗൺലോഡ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ വെബ്സൈറ്റ്സ് വരും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്സ് തന്നെയാണ്. പക്ഷേ ഓരോ വെബ്സൈറ്റിലും ഓരോ രീതിയിലായിരിക്കും പരസ്യങ്ങൾ വരിക. അപ്പോൾ പരസ്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്ന ആ വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാൻ പറ്റും. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ പേസ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്ത റീലിൻ്റെ ലിങ്ക് അവിടെ പേസ്റ്റ് ആവുന്നതായിരിക്കും. സോ ഇപ്പോൾ പെട്ടെന്നൊരു ആഡ് വന്നു കണ്ടോ, ഇങ്ങനെ ആയിരിക്കും പെട്ടെന്ന് ആഡ് വരിക. അപ്പോൾ നമ്മൾ ജസ്റ്റ് മുകളിൽ ഇൻഡു മാർക്ക് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഡ് ക്ലോസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ തരത്തിലാണ് ആഡ് വരുന്നതെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോയുടെ ഇപ്പോൾ നമ്മൾ വീഡിയോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, താഴെയായിട്ട് ഡൗൺലോഡ് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നത്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയുള്ള സംഭവം, പ്രോസസ്സ് വളരെ ചെറുതാണ്. ഇതുപോലെ കുറേ വെബ്സൈറ്റുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കണ്ട വെബ്സൈറ്റ്, അതായത് ഈ വെബ്സൈറ്റ് എടുക്കാൻ കാരണം ഇതിൽ പരസ്യം വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതാ നമ്മൾ ആ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ നേരെ ഇതിപ്പോൾ ഗാലറിയിൽ എത്തിയിട്ടുണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. കുറേ വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റിൽ കൂടെ ഡൗൺലോഡ് ചെയ്യുക, എളുപ്പമുള്ള വെബ്സൈറ്റിൽ. ഞാൻ അതൊരു കോമൺ ആയിട്ടൊരു വീഡിയോ എന്നുള്ള രീതിയിൽ കാണിച്ചതാണ്. അപ്പോൾ റീൽ ഡൗൺലോഡ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വെബ്സൈറ്റുകൾ വരും. അതിലേതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് പരസ്യം കുറവുള്ളൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ കാണും. കാരണം പരസ്യം കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്ന നേരം ഇങ്ങനെ ആഡ് കുറേ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാനേ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. കാരണം ഏതാണ് ആഡ്, ഏതാണ് ഇവരെ ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കുന്ന വെബ്സൈറ്റിനെ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഈ വെബ്സൈറ്റ് കണ്ടോ, പേസ്റ്റ് എന്നുള്ള ബട്ടൺ അമർത്തിയത് തന്നെ വേറൊരു ആഡിലേക്ക് പോയത് കണ്ടോ, 6 എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളിത് ജസ്റ്റ് ക്ലോസ് ചെയ്യണം, ബാക്ക് വരണം. അങ്ങനെ ഈ വെബ്സൈറ്റ് പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കണ്ടോ. പിന്നെ ഒരു ആഡിലേക്ക് പോകും, വേറൊരു ആഡിലേക്ക് പോകുന്നത് കണ്ടോ. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും നമുക്ക് ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യം. മാക്സിമം ഞാൻ ഫസ്റ്റ് കാണിച്ച വെബ്സൈറ്റ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ പൊതുവേ ഞാൻ കണ്ടെത്തോളം ആഡ്സ് കുറവാണ്. ഇപ്പോൾ വന്നിട്ടുണ്ട് ഫൈനലി നമ്മളെ വീഡിയോ ഈ ഒരു വെബ്സൈറ്റിലും. ഇതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നേരത്തെ ഡൗൺലോഡ് ആയതുപോലെ തന്നെ നമ്മൾ ആ റീൽ ഡൗൺലോഡ് ആവും, ഗാലറിയിലേക്ക് സേവ് ആവും. നമ്മളെ വീഡിയോ ഈ ഒരു വെബ്സൈറ്റിൽ ലോഡാവുന്ന വരെ നമ്മൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുക. വേറെ ഏതെങ്കിലും ഒരു ആഡ്സിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് വന്നാൽ മതി. എന്നിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണുന്നവരെ നമ്മൾ ബാക്ക് വരിക. ഇപ്പോൾ ഡൗൺലോഡ് അമർത്തിയിട്ടും പിന്നെ ആഡിലേക്കാണ് പോകുന്നതെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ബാക്ക് വന്നിട്ട് ഡൗൺലോഡ് കൊടുത്തേ ഇനി അത് ഡൗൺലോഡ് സ്റ്റാർട്ട് ആവും. അപ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നത് വരെ നമ്മൾ ബാക്ക് വരിക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്.
സോ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് കുറച്ച് പേർക്ക് ഇത് അറിയാത്തതുണ്ട് എന്നുള്ള കാരണം കൊണ്ട് മാത്രം ജസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണേ. അപ്പോൾ നിങ്ങൾക്ക് ആഡ്സ് കുറവായിട്ട് തോന്നുന്ന വെബ്സൈറ്റുകൾ കയറിയിട്ട് നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. യാ താങ്ക് യു. ബൈ.